പ്രധാന വാർത്തകൾ. കണ്ണൂർ മുൻ എ.ഡി.എം നവീൻ ബാബുവിന്റെ മരണം സിബിഐ അന്വേഷണം വേണ്ടെന്ന് സംസ്ഥാന സർക്കാർ. വിലങ്ങാട് ദുരന്തബാധിതരുടെ പുനരധിവാസം വേഗത്തിലാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ആലപ്പുഴ കളർകോട് അപകടം, വാഹനമോടിച്ച വിദ്യാർത്ഥിയെ പ്രതി ചേർക്കണമെന്ന് പോലീസ് റിപ്പോർട്ട്. മുഹമ്മദ് യൂനുസ് വംശഹത്യയ്ക്ക് നേതൃത്വം നൽകുന്നു. കടുത്ത ആരോപണവുമായി ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന. ശതകോടീശ്വരൻ ജാരഡ് ഐസക്കാമിനെ നാസ മേധാവിയായി പ്രഖ്യാപിച്ച് നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കണ്ണൂർ മുൻ എ.ഡി.എം നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം വേണ്ടെന്ന് സംസ്ഥാന സർക്കാർ. ഹൈക്കോടതിയെ നാളെ ഇക്കാര്യം അറിയിക്കും. പോലീസ് അന്വേഷണം ശരിയായ ദിശയിലാണെന്നും കുടുംബത്തിന്റെ എല്ലാ ആശങ്കകളും പരിശോധിക്കുമെന്നും സംസ്ഥാന സർക്കാർ പറയുന്നു. കൊലപാതകമെന്ന ആരോപണത്തിലും അന്വേഷണം നടത്തും. നവീൻ ബാബുവിന്റെ ഭാര്യ നൽകിയ ഹർജി നാളെയാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത്. പോലീസ് അന്വേഷണത്തിൽ പാളിച്ചകളില്ലെന്നാണ് സർക്കാർ നിലപാട്. അന്വേഷണം സിബിഐക്ക് വിടേണ്ട സാഹചര്യമില്ലെന്നും കോടതിയിൽ അറിയിക്കും. നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം വേണ്ടെന്ന നിലപാടിലായിരുന്നു സിപിഎം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സിബിഐ അന്വേഷണം വേണ്ടെന്ന നിലപാടാണ് നേരത്തെ സ്വീകരിച്ചത്. സിബിഐ അന്വേഷണത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ പാർട്ടിക്കുണ്ടെന്ന് MV ഗോവിന്ദൻ പറഞ്ഞിരുന്നു. ഈ നിലപാടിൽ മാറ്റമില്ല. സിബിഐ കൂട്ടിലടച്ച തത്തയാണെന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചിരുന്നു. പാർട്ടി നവീന്റെ കുടുംബത്തിന് ഒപ്പമാണെന്നും MV ഗോവിന്ദൻ ആവർത്തിച്ചു. എ.ഡി.എമ്മിന്റേത് ആത്മഹത്യയല്ല, കൊലപാതകമാണെന്നും പ്രതിയായ CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം PP ദിവ്യയെ രക്ഷിച്ചെടുക്കാനാണ് പോലീസിനെ വ്യഗ്രതയെന്നും നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയെ അറിയിച്ചു. സംസ്ഥാന പോലീസ് അന്വേഷണത്തിൽ തങ്ങൾക്ക് ലവലേശം വിശ്വാസമില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജിയിൽ വാദം തുടങ്ങിയത്. പ്രതിയായ PP ദിവ്യ CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. പോഷക സംഘടനകളുടെ ഭാരവാഹിയാണ്. രാഷ്ട്രീയ സ്വാധീനമുള്ളയാളാണ്. അതുകൊണ്ട് തന്നെ കേസ് അട്ടിമറിക്കപ്പെട്ട നിലയിലാണ്. SIT എന്നത് പേരിന് മാത്രമാണ്. തെളിവുകൾ ശേഖരിക്കാൻ അവർക്ക് താല്പര്യമില്ല. പ്രതിയുമായി ചേർന്ന് രക്ഷപ്പെടാനുള്ള വ്യാജ തെളിവുകളുടെ ശേഖരണമാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറ്റപത്രം സമർപ്പിക്കാൻ കോടതി അനുവദിക്കരുതെന്നാണ് ഹർജിക്കാരിയുടെ ആവശ്യം. കൊലപാതകമെന്ന് എങ്ങനെ പറയാനാകുമെന്ന് ചോദിച്ച സിംഗിൾ ബെഞ്ച് കുറ്റപത്രം സമർപ്പിക്കുന്നതുകൊണ്ട് എന്താണ് കുഴപ്പമെന്നും ആരാഞ്ഞു. അന്തിമ റിപ്പോർട്ട് നൽകിയാലും CBI അന്വേഷണത്തിന് ഉത്തരവിടാനുള്ള നിയമവഴികളുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ വ്യാജ തെളിവുകൾ കുത്തിനിറച്ച് പ്രതിയെ രക്ഷിച്ചെടുക്കാനുള്ള റിപ്പോർട്ടാകും കോടതിയിൽ എത്തുകയെന്നായിരുന്നു ഹർജിക്കാരിയുടെ മറുപടി. കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്ന് പ്രധാന പങ്കാളിയായ ടീംകോം ഒഴിവാകുന്നതിൽ സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പദ്ധതി മുന്നോട്ടു പോകാതിരുന്നപ്പോൾ അതേക്കുറിച്ച് മുഖ്യമന്ത്രിയോ വ്യവസായ മന്ത്രിയോ അന്വേഷിച്ചോ എന്ന് VD സതീശൻ ആരാഞ്ഞു. 2016 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലത്ത് പദ്ധതിയുടെ 1ാം ഘട്ടം ഉദ്ഘാടനം ചെയ്തതാണ്. 6.5 ലക്ഷം സ്ക്വയർ ഫീറ്റ് IT ടവറാണ് അന്ന് ഉദ്ഘാടനം ചെയ്തത്. പിന്നീട് ഇക്കഴിഞ്ഞ 8 വർഷമായി അവിടെ എന്താണ് സംഭവിച്ചത്? കോർഡിനേഷനോ മോണിറ്ററിംഗോ ഉണ്ടായിരുന്നോ? പദ്ധതിയുടെ ഓരോ ഘട്ടത്തിലും ഓരോ മൈൽ സ്റ്റോണുകൾ ഉണ്ടായിരുന്നു. ആ മൈൽ സ്റ്റോണുകൾ പിന്നിടാതിരിക്കുമ്പോൾ എന്തുകൊണ്ടാണെന്ന് ഉത്തരവാദിത്തപ്പെട്ടവരായ മുഖ്യമന്ത്രിയോ വ്യവസായ മന്ത്രിയോ അന്വേഷിച്ചോ? അതിനെക്കുറിച്ച് ആരും അന്വേഷിച്ചില്ല എന്നും VD സതീശൻ പറഞ്ഞു. 8 കൊല്ലത്തിന് ശേഷം ടീകോമിനെ നഷ്ടപരിഹാരം നൽകാനുള്ള തീരുമാനം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ എടുക്കുന്നതെന്നും VD സതീശൻ ചോദിച്ചു. ഇതിൽ ദുരൂഹതകളുണ്ട്. കാരണം കോടിക്കണക്കിന് രൂപയുടെ ഭൂമിയുണ്ട്. 248 ഏക്കർ ഭൂമിയാണ്. ആ ഭൂമി സ്വന്തക്കാർക്കും ഇഷ്ടക്കാർക്കും കൊടുക്കാനുള്ള ഗൂഢനീക്കമാണ് ഇതിന്റെ പിറകിൽ. ഭൂമി കച്ചവടമാണ്. പദ്ധതി എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് കേരളത്തിലെ ജനങ്ങളോട് പറയേണ്ടതിന്റെ ഉത്തരവാദിത്തം സർക്കാരിനില്ലേ എന്നും സതീശൻ ചോദിച്ചു. കേരളത്തിൽ 90,000 പേർക്ക് തൊഴിൽ ലഭിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്ന ഒരു സംരംഭമാണ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത്. ടീകോമിനെ നഷ്ടപരിഹാരം കൊടുക്കുമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായി എന്നല്ലേ എന്നും സതീശൻ ചോദിച്ചു. ഇത് മുഴുവൻ ഈ ജീർണത ബാധിച്ച പാർട്ടി ഏത് ക്രിമിനലിനും കുടപിടിച്ചു കൊടുക്കുന്ന ഒരു പാർട്ടിയായി, അധപ്പതിച്ച പാർട്ടിയായി മാറിയിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഈ 2 സംഭവങ്ങളിലും അടിയന്തരമായ നടപടികൾ സ്വീകരിക്കുകയും പോലീസ് കുറ്റക്കാർക്കെതിരായി ശക്തമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തില്ലേ, വലിയ സമരപരിപാടികളുമായി ഞങ്ങളുടെ തലസ്ഥാനത്ത് ഞങ്ങൾ മുന്നോട്ട് പോകും. ഒരു സംശയക്കാര്യത്തിൽ വേണ്ട. ഇത് ഈ ശിശുക്ഷേമ സമിതി അടിയന്തരമായി അത് പിരിച്ചുവിടണം. ക്രിമിനലുകളുടെ താവളമാണ് ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾ അവിടെ നടത്തുന്ന അപ്പോയിൻമെന്റ്സ് മുഴുവൻ.
എന്തൊരു അപമാനമാണ് ഈ സംസ്ഥാനത്ത്. മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ആരോടും ചർച്ചയില്ലാതെ ക്യാബിനറ്റ് കൂടി കുറേ തീരുമാനങ്ങൾ വന്നതിൻ്റെ ഒരു കൂട്ടത്തിൽ ഒരു തീരുമാനം വന്നിരിക്കുകയാണ്. സ്മാർട്ട് സിറ്റി അവസാനിപ്പിക്കാനുള്ള തീരുമാനം വളരെ വിചിത്രമായ ഒരു തീരുമാനമാണ്. ആരാണ് ഇതിന് ഉത്തരവാദി? ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കാൻ ആലോചിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആരാണ് ഇതിൻ്റെ തകർച്ചയിൽ ആരാണ് ഉത്തരവാദി? കേരളത്തിൽ 90,000 പേർക്ക് ജോലി ലഭിക്കും എന്ന് ഉറപ്പുണ്ടായിരുന്ന ഒരു സംരംഭമാണ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായിരുന്നില്ല. 2016 ഫെബ്രുവരി 20 ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിന്റെ അവസാന നാളുകളിൽ ഇതിന്റെ 1ാം ഘട്ടം ഉദ്ഘാടനം ചെയ്യപ്പെട്ടതാണ്. 6.5 ലക്ഷം സ്ക്വയർ ഫീറ്റ് IT ടവറാണ് അന്ന് ഉദ്ഘാടനം ചെയ്തത്. 6.5 ലക്ഷം IT ടവർ 1ാം ഘട്ടത്തിൽ. കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാടുണ്ടായ ഉരുൾപൊട്ടലിനിരയായ ദുരന്തബാധിതരുടെ പുനരധിവാസം വേഗത്തിലാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. വിലങ്ങാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചൂരൽമലയിലെ ദുരന്തബാധിതർക്ക് നൽകുന്ന അതേ പരിഗണന വിലങ്ങാടും നൽകുമെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു. ദുരന്തബാധിത പ്രദേശങ്ങളിൽ ഡ്രോൺ ഇമേജിനേഷൻ എന്ന സ്ഥാപനം മുഖേന ലിഡാർ സർവേ നടത്തിയ റിപ്പോർട്ട് ഇതിനകം സമർപ്പിച്ചിട്ടുണ്ട്. ആ പ്രദേശങ്ങളിൽ കോഴിക്കോട് NITയിലെ വിദഗ്ധ സംഘം പരിശോധന നടത്തി പ്രദേശങ്ങൾ വാസയോഗ്യമാണോ എന്ന കാര്യത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കി ജനുവരിയിൽ കൈമാറുന്നതിന് നിർദ്ദേശം നൽകി. ദുരന്ത പ്രദേശങ്ങളിൽ കൃഷി ചെയ്യാൻ സാധിക്കുന്ന വിളകളെ സംബന്ധിച്ച് പഠനം നടത്തി വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് കേരള കാർഷിക സർവകലാശാലയിലെ വിദഗ്ധരടങ്ങുന്ന പ്രത്യേക സംഘത്തെ നിയോഗിക്കുന്നതിന് യോഗം തീരുമാനിച്ചു. ദുരന്തത്തിൽ തകർന്നവ പുനർനിർമ്മിക്കുന്നതിനുള്ള 7 പ്രവൃത്തികൾക്കായി 49 ലക്ഷം രൂപ മൈനർ ഇറിഗേഷൻ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ചീഫ് എഞ്ചിനീയർ മുഖേന ജലവിഭവ വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ കണ്ട് റവന്യൂ ദുരന്ത നിവാരണ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് കൈമാറുന്ന മുറയ്ക്ക് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും അനുവദിക്കുന്നതിനും യോഗം തീരുമാനിച്ചു. ദുരന്തബാധിതരായി താൽക്കാലികമായി വാടക വീടുകളിൽ താമസിക്കുന്ന 92 കുടുംബങ്ങൾക്ക് നൽകാൻ തീരുമാനിച്ചിട്ടുള്ള 6,000 രൂപ വീതം കൃത്യമായി ലഭിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുമെന്നും റവന്യൂ മന്ത്രി പറഞ്ഞു. ജീവനോപാധി നഷ്ടപ്പെട്ടവർക്കായുള്ള ധനസഹായത്തിന്റെ ഭാഗമായി ഓരോ കുടുംബത്തിലെയും മുതിർന്ന 2 പേർക്ക് നൽകാൻ തീരുമാനിച്ച 300 രൂപ ദിവസവേതനം 90 ദിവസത്തേക്ക് പൂർണ്ണമായും ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള നഷ്ടപരിഹാര തുക സർക്കാർ തീരുമാനിക്കുന്നതിനനുസരിച്ച് അതിവേഗം ലഭ്യമാക്കാനും അതുമായി ബന്ധപ്പെട്ട പുനരധിവാസ പ്രവർത്തനങ്ങൾ കളക്ടർ, MLA, തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധികാരികൾ എന്നിവർ ചേർന്ന് തയ്യാറാക്കുന്നതിനും യോഗം നിർദ്ദേശം നൽകി. സ്മാർട്ട് സിറ്റി എന്ന ആശയത്തിൽ നിന്നും സർക്കാർ പിൻവാങ്ങുന്നില്ലെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ്. സ്ഥലം പൂർണ്ണമായും സർക്കാർ മേൽനോട്ടത്തിൽ ഉപയോഗിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ടീംകോം കരാർ പിന്മാറാൻ നേരത്തെ തന്നെ കത്ത് നൽകിയിരുന്നതായും മന്ത്രി അറിയിച്ചു. ഒരു കമ്മിറ്റി രൂപീകരിച്ച് അവർക്ക് നൽകേണ്ട നഷ്ടപരിഹാരത്തെക്കുറിച്ച് തീരുമാനിക്കും. കേരളത്തിൽ ഇപ്പോൾ നല്ല ഡിമാൻഡാണ്. ശില്പ പാർക്ക് ഫുള്ളായിരിക്കുന്നു, ടെക്നോ പാർക്ക് ഫുള്ളായിരിക്കുന്നു. പുതിയ ലോകോത്തര കമ്പനികൾ കേരളത്തിലേക്ക് എത്തും. നമ്മുടെ നാട്ടിൽ എല്ലാ സ്ഥലവും നമ്മൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഒരു സ്ഥലവും വെറുതെ ഇടാൻ തീരുമാനിച്ചിട്ടില്ല. കേരളം മൊത്തത്തിൽ സ്മാർട്ട് സിറ്റിയാക്കി വ്യവസായങ്ങൾക്കെല്ലാം പറ്റുന്ന, ആധുനിക വ്യവസായങ്ങൾക്ക് പറ്റുന്ന ഒന്നാക്കി മാറ്റാൻ കഴിയും. പിന്നെ ടീകോം കുറെ കാലമായിട്ട് അതിനകത്ത് നമുക്ക് മുന്നോട്ട് പോയിട്ടില്ല. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നമുക്കാണെങ്കിൽ കൊച്ചിയിൽ സ്ഥലത്തിന് വേണ്ടിയുള്ള ആവശ്യം വളരെ കൂടുതലാണ്. ശില്പ പാർക്കിന്റെ ഏകദേശം മുഴുവനായി കഴിഞ്ഞു. അടുത്ത ഘട്ടത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ നമ്മളിപ്പോൾ ലാൻഡ് പൂളിങ്ങിലേക്ക് പോവാണ്. അപ്പോൾ 100-ലധികം കമ്പനികളുടെ ഡിമാൻഡ് തന്നെ കൊച്ചിയിൽ നിലനിൽക്കുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് ഈ ഭൂമി നമ്മൾ കൊടുത്തിരിക്കുന്നത് ഉപയോഗിക്കാതെ കിടക്കുന്നത്. അപ്പോൾ അവരുടെ പിന്നീട് അവർ ദുബായിക്ക് പുറത്തുള്ള അത്തരം ഡെവലപ്മെന്റുകൾ കുറെ കാലമായി നടത്തുന്നുണ്ട്. അത്തരം ഘട്ടത്തിലാണ് അവരുമായി ചർച്ച ചെയ്തിട്ട് നമ്മളെ ലാൻഡ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാവുന്ന രൂപത്തിൽ തീരുമാനത്തിലേക്ക് പോകണം എന്ന് കണ്ടത്. സർക്കാരിന് ഒരു സ്വപ്ന പദ്ധതി, മുൻ സർക്കാരുകളുടെ സ്വപ്ന പദ്ധതിയായിരുന്നു മാർക്കറ്റ്. അപ്പം ഇപ്പോൾ ഇനിയിപ്പോൾ അടുത്ത പ്രോസിജറുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് കമ്പനികളെ കരാറ് ശ്രമമാണോ? അല്ല, ആദ്യം ഇത് എങ്ങനെയാണെന്നുള്ള ഒരു പ്രോസസ് കഴിഞ്ഞിട്ടായിരിക്കും. നമുക്കിപ്പോ നമ്മുടെ സ്വപ്ന പദ്ധതി എന്നാലും തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. കാരണം ഈ ശില്പ പാർക്ക് ഫുള്ളായിരിക്കുന്നു, ടെക്നോ പാർക്ക് ഫുള്ളായിരിക്കുന്നു. പുതിയ ലോകോത്തര കമ്പനികൾ കേരളത്തിലേക്ക് എത്തും. അത്തരം ഘട്ടത്തിൽ അവർക്ക് ആവശ്യമായ സ്ഥലം അല്ലെങ്കിൽ പ്ലഗ് ആൻഡ് പ്ലേ സംവിധാനങ്ങൾ കൃത്യമായി തന്നെ നൽകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്.
അപ്പൊ അതിന് സ്ഥലലഭ്യതയാണല്ലോ കേരളത്തിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇത്രയും സ്ഥലം നമുക്ക് ഉപയോഗിക്കാൻ കഴിയാതെ പോകുന്നു. അതുകൂടി കണക്കിലെടുത്തിട്ടാണ് അവരുമായി ചർച്ച ചെയ്ത് ഒരു കൺസെൻസസോടു കൂടി ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയും. അത് വലിയ മാറ്റം കൊച്ചിയിലെ IT മേഖലയ്ക്കകത്ത് ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ 8000-ഓളം പേർ ജോലി ചെയ്യുന്നുണ്ട്. ആ കെട്ടിടങ്ങളെല്ലാം അതെല്ലാം അവിടെ തന്നെ ഉണ്ടാവില്ല. അതെല്ലാം തന്നെ സംരക്ഷിതമാക്കി തന്നെയായിരിക്കും പോവുക. നല്ല നിലയിൽ തന്നെ നമുക്ക് പുതിയ കമ്പനികൾ കൂടി കൊണ്ടുവരാൻ കഴിയും. കൊച്ചിയിൽ ഭൂമിയുടെ ആവശ്യകതയുണ്ട്. 100 കമ്പനികൾ ഭൂമിക്കായി കാത്തു നിൽക്കുകയാണ്. അവർക്ക് ഗുണകരമായി ഉപയോഗിക്കാൻ വേണ്ടി കൂടിയാണ് പിന്മാറിയത്. ടിൻകോം UAEക്ക് പുറത്ത് കാര്യമായ പദ്ധതികളൊന്നും നടത്തുന്നില്ല. പദ്ധതിയിൽ കാര്യമായ പ്രവർത്തനങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്നും 2 കൂട്ടരുടെയും താൽപര്യപ്രകാരമാണ് ഭൂമി തിരിച്ചുപിടിക്കുന്നതെന്നും മന്ത്രി P രാജീവ് വ്യക്തമാക്കി. വിഷയത്തിൽ പൊതുധാരണയാണ് ഉണ്ടായിരിക്കുന്നത്. സർക്കാരിന് ഇക്കാര്യത്തിൽ കാര്യക്ഷമത കുറവൊന്നും ഉണ്ടായിട്ടില്ല. പദ്ധതി അവസാനിപ്പിക്കുന്നില്ലെന്ന് വ്യക്തമാക്കിയ മന്ത്രി നിക്ഷേപകർക്ക് ആശങ്ക ഉണ്ടാവേണ്ടതില്ലെന്നും ഇത് പുതിയ സാധ്യതയാണെന്നും അറിയിച്ചു. ടിൻകോം ഒഴിവായ ശേഷം പദ്ധതിക്കായി സർക്കാർ പുതിയ നിക്ഷേപ പങ്കാളിയെ തേടും. താൽപര്യമുള്ളവർ എത്തിയാൽ പുതിയ വ്യവസ്ഥകളോടെ പദ്ധതി തുടരും. സാധ്യമായില്ലെങ്കിൽ മാത്രം ഭൂമി ഇൻഫോ പാർക്കിനെ കൈമാറും. കേരളത്തെ ലോക IT ഭൂപടത്തിൽ അടയാളപ്പെടുത്തുമെന്ന് വിശേഷിപ്പിക്കപ്പെട്ടതാണ് കൊച്ചി സ്മാർട്ട് സിറ്റി IT പദ്ധതി. പദ്ധതിക്ക് പാട്ടത്തിനു നൽകിയ 246 ഏക്കർ തിരിച്ചുപിടിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. പ്രവർത്തനം തുടങ്ങി 13 വർഷം കഴിഞ്ഞിട്ടും കാര്യമായ നിക്ഷേപം ആകർഷിക്കാനോ വാഗ്ദാനം ചെയ്ത 90,000 തൊഴിൽ ലഭ്യമാക്കാനോ ടികോമിന് കഴിയാത്ത സാഹചര്യത്തിലാണ് നടപടി. ഇതുവരെ നടത്തിയ നിക്ഷേപം കണക്കാക്കി ടികോമിനുള്ള നഷ്ടപരിഹാര തുക നിശ്ചയിക്കാൻ ഇവാലുവേറ്ററെ നിയോഗിക്കും. ഇതിനുള്ള ശുപാർശകൾ നൽകാൻ IT മിഷൻ ഡയറക്ടർ, കൊച്ചി ഇൻഫോ പാർക്ക് CEO, ഓവർസീസ് കേരളൈറ്റ്സ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഹോൾഡിംഗ് ലിമിറ്റഡ് MD ഡോക്ടർ ബാജു ജോർജ് എന്നിവരടങ്ങുന്ന സമിതിയെ സർക്കാർ ചുമതലപ്പെടുത്തി. ടികോം എന്ന് പറയുന്ന കമ്പനിക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നതിനെ പറ്റിയാണ് ഗവൺമെന്റ് തീരുമാനിക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചത്. നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണിത്. ഇതൊരു വൻ അഴിമതി അല്ലെങ്കിൽ പിന്നെ എന്താണ് കേരളത്തിൽ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്? കഴിഞ്ഞ 10 വർഷക്കാലം 246 ഏക്കർ സ്ഥലം വെറുതെയിട്ട് ഒരാൾക്കും തൊഴിൽ കൊടുക്കാതെ വാഗ്ദാന ലംഘനവും കരാർ ലംഘനവും നടത്തിയ കമ്പനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിന് പകരം അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കുന്നതിനെ പറ്റി ആലോചിക്കുന്ന ഈ ഗവൺമെന്റ് ആരെ സഹായിക്കുകയാണ്? തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടി IT മേഖലയിൽ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഈ പദ്ധതി കൊണ്ടുവന്നത്. അന്നത്തെ വാഗ്ദാനമായിരുന്നു 90,000 പേർക്ക് ജോലി കൊടുക്കുമെന്ന്. 10 വർഷം കഴിഞ്ഞിട്ടും ജോലി കിട്ടാതെ ആളുകൾ ജോലിക്കുള്ള എല്ലാ സാധ്യതകളും ഇല്ലാതാക്കിയ ആ കമ്പനിക്ക് എങ്ങനെയാണ് നഷ്ടപരിഹാരം കൊടുക്കേണ്ടത്? ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഏത് ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണ്? അപ്പോൾ ഇതൊരു വലിയ അഴിമതിയാണ്. മാത്രമല്ല, ടികോം കമ്പനിയുടെ പ്രതിനിധിയായിരുന്ന ബാജി ജോർജ് എങ്ങനെയാണ് ഈ കമ്പനിയുടെ ഈ ഇവാലുവേഷൻ നഷ്ടപരിഹാരത്തിന് വേണ്ടി ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കമ്മിറ്റിയിൽ അംഗമാകുന്നത്? ബാജി ജോർജ് എന്ന് പറയുന്ന വ്യക്തി ടികോമിന്റെ പ്രതിനിധിയായിട്ടാണ് അന്ന് ഈ കരാറിൽ ഒപ്പിട്ടത്. അയാൾ തന്നെ ആ കമ്പനിക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടി കമ്മിറ്റിയിൽ അംഗമാകുന്നത് അതിനേക്കാൾ വലിയ തെറ്റാണ്. ഇതൊരു കാരണവശാലും കേരളത്തിന് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. അപ്പോൾ ഈ വൻ അഴിമതി നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല. അടിയന്തരമായി ഈ നടപടി റദ്ദ് ചെയ്തുകൊണ്ട് ടികോമിനെതിരെ നടപടി സ്വീകരിക്കുകയാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത്. 10 വർഷക്കാലം നമ്മളുടെ നാട്ടിലെ ചെറുപ്പക്കാരെ വഞ്ചിച്ച ടികോമിനെതിരെ നടപടി സ്വീകരിക്കുന്നതിന് പകരം ഇപ്പൊ അവർക്ക് അങ്ങോട്ട് ഖജനാവിൽ നിന്ന് പണം കൊടുക്കുന്ന ഈ നടപടി ആർക്ക് അംഗീകരിക്കാൻ കഴിയും? എന്നിട്ട് ഈ 246 ഏക്കർ സ്ഥലം തിരിച്ചെടുത്തിട്ട് സർക്കാർ എന്ത് ചെയ്യാൻ പോകുന്നു? ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ കരാർ ലംഘനത്തിനെതിരായി നടപടി സ്വീകരിക്കാനും ഇവരുടെ കയ്യിൽ നിന്ന് ഗവൺമെന്റ് പണം ഇങ്ങോട്ട് വാങ്ങുകയാണ് വേണ്ടത്. അതിന് പകരം അവർക്ക് അങ്ങോട്ട് കൊടുക്കുന്നത് വൻ അഴിമതിക്ക് വഴിതെളിക്കും. അതുകൊണ്ട് ഈ മന്ത്രിസഭാ തീരുമാനം റദ്ദാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. ദക്ഷിണ കൊറിയയിൽ പ്രഖ്യാപിച്ച പട്ടാള നിയമം പിൻവലിച്ചെങ്കിലും പ്രസിഡന്റ് യൂൺ സുക് യോളിനെ ഇംപീച്ച്മെന്റ് കുരുക്കി. പ്രതിപക്ഷ പാർട്ടികൾ പാർലമെന്റിൽ ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിച്ചു.
വോട്ടെടുപ്പ് വെള്ളി ശനി ദിവസങ്ങളിലുണ്ടാകും. യൂണിന്റെ പീപ്പിൾ പവർ പാർട്ടിയുടെ നേതൃത്വവും അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞിട്ടുണ്ട്. ക്യാബിനറ്റ് ഒന്നടങ്കം രാജിവെക്കണമെന്നും പുറത്താക്കണമെന്നും പാർട്ടി നേതാക്കൾ ആവശ്യപ്പെട്ടു. പ്രതിരോധ മന്ത്രി രാജി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ചൊവ്വാഴ്ച വൈകുന്നേരം പ്രസിഡന്റ് യൂൺ അപ്രതീക്ഷിതമായി രാജ്യത്ത് പട്ടാള നിയമം പ്രഖ്യാപിച്ചത് നാടകീയ സംഭവങ്ങൾക്കിടയാക്കി. പാർലമെന്റ് പിടിച്ചെടുക്കാനെത്തിയ സൈനികരെ എംപിമാർ അഗ്നിശമന ഉപകരണങ്ങൾ കൊണ്ട് നേരിട്ടു. പാർലമെന്റിന്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രവർത്തനം നിരോധിക്കുമെന്നും മാധ്യമങ്ങളെ നിയന്ത്രിക്കുമെന്നും പട്ടാളം പ്രഖ്യാപിച്ചു. എന്നാൽ പട്ടാളത്തെ അവഗണിച്ച പ്രതിപക്ഷ എംപിമാർ പാർലമെന്റിൽ ഒരുമിച്ചുകൂടി 300-അംഗ പാർലമെന്റിൽ ഹാജരായ 190 പേരും പട്ടാള നിയമം റദ്ദാക്കുന്ന പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു. ഇതിനു പിന്നാലെ പ്രസിഡന്റ് യൂൺ പട്ടാള നിയമം പിൻവലിക്കുന്നതായും പ്രഖ്യാപിച്ചു. 6 മണിക്കൂർ മാത്രമാണ് പട്ടാള നിയമം പ്രാബല്യത്തിലുണ്ടായിരുന്നത്. ഉത്തര കൊറിയൻ അനുകൂല ശക്തികൾ ദക്ഷിണ കൊറിയൻ സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നാരോപിച്ചാണ് പ്രസിഡന്റ് യൂൺ പട്ടാള നിയമം പ്രഖ്യാപിച്ചത്. എന്നാൽ ഇതിനുള്ള തെളിവൊന്നും അദ്ദേഹം നൽകിയില്ല. പ്രതിപക്ഷത്തെ നിയന്ത്രിക്കാനായിരുന്നു പ്രസിഡന്റ് ലക്ഷ്യമിട്ടതെന്ന് സൂചനയുണ്ട്. 2022 തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേറിയ യൂണിന്റെ ജനപ്രീതി വലിയ തോതിൽ ഇടിഞ്ഞിരുന്നു. ഈ വർഷം ഏപ്രിലിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഭൂരിപക്ഷമില്ലാതായി. യൂൺ ഇംപീച്ച് ചെയ്യപ്പെടുകയോ രാജിവെക്കുകയോ ചെയ്താൽ പ്രധാനമന്ത്രി ഹാൻ ഡക് സു ഇടക്കാല പ്രസിഡന്റാകും. 60 ദിവസത്തിനകം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുണ്ടാകും. പട്ടാള നിയമം പിൻവലിച്ചതിനെ അമേരിക്ക സ്വാഗതം ചെയ്തു. ദക്ഷിണ കൊറിയയിലെ ദാരുണ സംഭവങ്ങൾ വീക്ഷിച്ചു വരികയാണെന്ന് റഷ്യ പ്രതികരിച്ചു. ആലപ്പുഴ കളർകോട് KSRTC ബസും കാറും കൂട്ടിയിടിച്ച് 5 MBBS വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ വാഹനമോടിച്ച വിദ്യാർത്ഥിയെ പ്രതി ചേർക്കണമെന്ന് പോലീസ് റിപ്പോർട്ട്. കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് കാർ ഓടിച്ച ഗൗരി ശങ്കറെ പ്രതി ചേർക്കണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടത്. കളർകോട് അപകടത്തിൽ പ്രാഥമിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ KSRTC ബസ് ഡ്രൈവറെ പ്രതിയാക്കി ആദ്യം രജിസ്റ്റർ ചെയ്ത FIR റദ്ദാക്കിയാണ് പുതിയ റിപ്പോർട്ട്. കോടതി നിർദ്ദേശപ്രകാരം ടവേര കാർ ഓടിച്ച മെഡിക്കൽ വിദ്യാർത്ഥി ഗൗരി ശങ്കറെ പ്രതിയാക്കും. അപകടത്തിന് തൊട്ടുമുൻപ് KSRTCയെ മറികടന്നെത്തിയ കാറിന്റെ തീവ്ര വെളിച്ചത്തിൽ ഗൗരി ശങ്കറിന്റെ കാഴ്ച മറിഞ്ഞിരിക്കാമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നിഗമനം. അപകടമുണ്ടായത് തൊട്ടുമുൻപിലെ വാഹനത്തെ മറികടക്കുന്നതിനിടെയാണെന്ന് കാർ ഓടിച്ച ഗൗരി ശങ്കർ മൊഴി നൽകിയിരുന്നു. മുൻപിലുണ്ടായിരുന്ന കാറിനെ വലതുവശം വഴി മറികടക്കുമ്പോൾ ഉദ്ദേശിച്ച വേഗം കിട്ടിയില്ല. എതിർവശത്തുനിന്ന് KSRTC ബസ് വരുന്നത് കണ്ട് പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി. വാഹനം നിയന്ത്രണം വിട്ട് വലതുവശത്തേക്ക് തെന്നിമാറിയാണ് ബസിൽ ഇടിച്ചു കയറിയതെന്നും തൃപ്പൂണിത്തറ കണ്ണൻകുളങ്ങര സ്വദേശിയായ ഗൗരി ശങ്കർ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയാണ് നാടിനെയാകെ നൊമ്പരത്തിലാഴ്ത്തിയ ദാരുണമായ വാഹനാപകടം ഉണ്ടായത്. പാലക്കാട് സ്വദേശി ശ്രീദേവ് വത്സൻ, മലപ്പുറം കോട്ടക്കൽ സ്വദേശി ദേവനന്ദൻ, കണ്ണൂർ സ്വദേശി മുഹമ്മദ് അബ്ദുൾ ജബ്ബാർ, ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിം, കോട്ടയം സ്വദേശി ആയുഷ് ഷാജി എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. 2 മാസം മുമ്പാണ് 5 പേരും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ MBBSന് ചേർന്നത്. കാറിൽ 11 പേരാണ് ഉണ്ടായിരുന്നത്. ആലപ്പുഴയിൽ സിനിമയ്ക്ക് പോവുകയായിരുന്ന യുവാക്കൾ സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം തെറ്റി എതിരെ വന്ന KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. കാർ വെട്ടിപ്പൊളിച്ചാണ് വിദ്യാർത്ഥികളെ പുറത്ത് എടുത്തത്. കാറിലുണ്ടായിരുന്ന മറ്റ് 6 പേർ ചികിത്സയിൽ തുടരുകയാണ്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. ബസ് യാത്രക്കാരായ 2 സ്ത്രീകളും അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലാണ്. വാഹനാപകടത്തിലേക്ക് നയിച്ചത് പ്രതികൂല കാലാവസ്ഥയും ഡ്രൈവിംഗിലെ പരിചയക്കുറവുമാണെന്നാണ് ഗതാഗത വകുപ്പിന്റെ കണ്ടെത്തൽ. കനത്ത മഴയും വാഹനം ഓടിച്ച ആളുടെ പരിചയക്കുറവും ഓവർലോഡും വാഹനത്തിന്റെ കാലപ്പഴക്കവുമാണ് അപകടത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചതെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറയുന്നു. കൊടകര കുഴൽപ്പണക്കേസിൽ തിരൂർ സതീഷിന്റെ രഹസ്യമൊഴിയെടുക്കാൻ കോടതി അനുമതി നൽകി. കുന്നംകുളം കോടതിയിലാണ് തിരൂർ സതീഷിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തുക. തൃശൂർ CGM കോടതിയാണ് രഹസ്യമൊഴി രേഖപ്പെടുത്താൻ അനുമതി നൽകിയത്. ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിനിടെയായിരുന്നു BJPയെ വെട്ടിലാക്കി മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് രംഗത്തെത്തിയത്. കൊടകരയിൽ കുഴൽപ്പണമായി എത്തിയത് BJPയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടാണെന്നായിരുന്നു സതീഷിന്റെ വെളിപ്പെടുത്തൽ. ചാക്കുകെട്ടുകളിലായാണ് പണം എത്തിച്ചതെന്നും പണം കൊണ്ടുവന്നവർക്ക് മുറി എടുത്തു നൽകിയത് താനാണെന്നും സതീഷ് പറഞ്ഞിരുന്നു. എന്നാൽ സതീഷിന്റെ ആരോപണങ്ങൾ BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ തള്ളി. തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ കൊടകര കുഴൽപ്പണക്കേസിൽ അന്വേഷണ സംഘം തുടരന്വേഷണത്തിന് അനുമതി തേടിയിരുന്നു.
അന്വേഷണ സംഘത്തിന്റെ അപേക്ഷ പരിഗണിച്ച ഇരിങ്ങാലക്കുട സെഷൻസ് കോടതി തുടരന്വേഷണത്തിന് അനുമതി നൽകുകയും ചെയ്തിരുന്നു. ഈ അന്വേഷണത്തിന്റെ ഭാഗമായാണ് തിരൂർ സതീഷിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലയളവിലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി കർണാടകയിൽ നിന്ന് കേരളത്തിലെത്തിച്ച പണമായിരുന്നു മോഷണം പോയതെന്നായിരുന്നു ആരോപണം. ഏപ്രിൽ 3-നായിരുന്നു സംഭവം. തൃശൂരിൽ നിന്ന് BJPയുടെ ആലപ്പുഴ ജില്ലാ ഓഫീസിലേക്ക് കൊണ്ടുപോയതെന്നാരോപിച്ച പണം കൊടകരയിൽ വെച്ച് വ്യാജ അപകടം സൃഷ്ടിച്ച് തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. 3.5 കോടി രൂപയാണ് കവർന്നത്. സംഭവം നടന്ന 3 ദിവസത്തിനു ശേഷമാണ് പോലീസിൽ പരാതി നൽകിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. സംഭവത്തിൽ ദുരൂഹത തോന്നിയതിനാൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. കേസിൽ 23 പേരെ അറസ്റ്റ് ചെയ്തു. പോലീസ് അന്വേഷണത്തിൽ ഇതുവരെ 1,47,00,000 രൂപ മാത്രമാണ് കണ്ടെത്താനായത്. 1962 ശേഷം ആദ്യമായി ഫ്രാൻസിൽ അവിശ്വാസ പ്രമേയത്തിൽ പരാജയപ്പെട്ട് സർക്കാർ. ഫ്രാൻസിനെ ഗുരുതര ഭരണ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട് അവിശ്വാസ പ്രമേയം പാസായി. ഇടതുപക്ഷ പാർട്ടികൾ കൊണ്ടുവന്ന പ്രമേയത്തെ തീവ്ര വലതുപക്ഷ നാഷണൽ റാലി പിന്തുണച്ചതോടെയാണ് പ്രധാനമന്ത്രി മിഷേൽ ബാർണിയർ പുറത്തായത്. അവിശ്വാസ പ്രമേയത്തിൽ സർക്കാർ പരാജയപ്പെട്ടതോടെ വെറും 3 മാസത്തിനുള്ളിൽ അധികാരത്തിൽ നിന്ന് പുറത്താവുന്ന പ്രധാനമന്ത്രിയായി മിഷേൽ ബാർണിയർ. ഇമ്മാനുവൽ മാക്രോൺ പ്രധാനമന്ത്രി പദത്തിലേക്ക് നിയമിച്ചതിന് 3 മാസങ്ങൾക്കുള്ളിലാണ് ബാർണിയർ പുറത്തായത്. തിരഞ്ഞെടുപ്പിൽ ഒരു വിഭാഗത്തിന് കൃത്യമായ ഭൂരിപക്ഷം ഇല്ലാതിരുന്ന സാഹചര്യമായിരുന്നു ഫ്രാൻസിലുണ്ടായിരുന്നത്. അവിശ്വാസ പ്രമേയം പാസാകാൻ വെറും 288 വോട്ടുകൾ ആവശ്യമായിരുന്ന സാഹചര്യത്തിൽ പ്രമേയത്തിന് അനുകൂലമായി ലഭിച്ചത് 331 വോട്ടുകളായിരുന്നു. 574 അംഗ പാർലമെന്റിൽ 331 പേർ സർക്കാരിനെതിരെ വോട്ട് ചെയ്തു. നിലവിലെ സാഹചര്യത്തിൽ രാജിവെക്കുകയല്ലാതെ ബർണിയറിന് മുന്നിൽ മറ്റു മാർഗങ്ങളില്ല. എന്നാൽ പ്രസിഡന്റ് പുതിയ പ്രധാനമന്ത്രിയെ നിയമിക്കും വരെ കാവൽ പ്രധാനമന്ത്രിയായി ബാർണിയർ തുടരേണ്ടി വരും. ബാർണിയർ കൊണ്ടുവരുന്ന സാമൂഹിക സുരക്ഷാ പരിഷ്കാരങ്ങളാണ് അവിശ്വാസ പ്രമേയത്തിന് കാരണമായത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം സീറ്റുകൾ നേടിയ ഇടത് സഖ്യമായ ന്യൂ പോപ്പുലർ ഫ്രണ്ട് നേരത്തെ തന്നെ ബാർണിയറിനെ പ്രധാനമന്ത്രിയായി നിയമിച്ചതിന് എതിരായിരുന്നു. ഇടത് സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ തള്ളിയായിരുന്നു ബാർണിയറെ ഇമ്മാനുവൽ മാക്രോൺ നിയമിച്ചത്. ബജറ്റ് കമ്മി ഒഴിവാക്കാനായി ബാർണിയർ അവതരിപ്പിച്ച നയങ്ങൾ വലതുപക്ഷത്തിന്റെ എതിർപ്പിനും കാരണമായിരുന്നു. ഫ്രഞ്ചുകാർക്ക് അപകടകരമെന്നാണ് ബാർണിയറുടെ ബഡ്ജറ്റിനെ കുറിച്ച് തീവ്ര വലതുപക്ഷ നേതാവ് മരീൻ ലീ പെൻ പ്രതികരിച്ചത്. തീവ്ര വലതുപക്ഷ നാഷണൽ റാലി പിന്തുണയോടെ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ബാർണിയോ പ്രധാനമന്ത്രിയായത്. 1962 ശേഷം ഫ്രാൻസിൽ ആദ്യമായാണ് ഒരു സർക്കാർ അവിശ്വാസ വോട്ടെടുപ്പിൽ പരാജയപ്പെടുന്നത്. ആധുനിക ഫ്രാൻസിലെ ഏറ്റവും പ്രായം കൂടിയ പ്രധാനമന്ത്രിയായാണ് ബാർണിയർ 73-ാം വയസ്സിൽ അധികാരമേറ്റത്. എന്നാൽ അവിശ്വാസ പ്രമേയം പാസായതോടെ അധികാരമേറ്റ് 3 മാസത്തിനകം രാജിവെക്കേണ്ടി വന്നതോടെ രാജ്യത്ത് ഏറ്റവും കുറച്ചുകാലം പ്രധാനമന്ത്രി സ്ഥാനം വഹിച്ച വ്യക്തി കൂടിയായി ബാർണിയർ. സ്വകാര്യ ബഹിരാകാശ യാത്രികനും ശതകോടീശ്വരനുമായ ജാരഡ് ഐസക്മാനെ നാസയുടെ അടുത്ത മേധാവിയായി പ്രഖ്യാപിച്ച് നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗവൺമെന്റ് എഫിഷ്യൻസി കമ്മീഷൻ സഹ അധ്യക്ഷനും ട്രംപിന്റെ ഏറ്റവും അടുത്ത ഉപദേശകരിൽ ഒരാളുമായ ഇലോൺ മസ്കിന്റെ അടുത്തയാളാണ് ഐസക്മാൻ. ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സ് ബഹിരാകാശ ഏജൻസി നടത്തിയ ലോകത്തിലെ ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ യാത്രാ നടത്തത്തിൽ ജാരഡ് ഐസക്മാനും പങ്കെടുത്തിരുന്നു. ട്രംപിന്റെ ഏറ്റവും അടുത്ത അനുയായിയായ ജാരഡ് ഇലോൺ മസ്കിന്റെ സുഹൃത്തു കൂടിയാണ്. ഇതോടെ ഐസക്മാന്റെ നിയമനം വിവാദങ്ങൾക്കും വഴിവെക്കുന്നുണ്ട്. 41 വയസ്സുകാരനായ ഐസക്മാൻ US-ലെ പ്രമുഖ ഓൺലൈൻ പണമിടപാട് കമ്പനിയായ ഷിഫ്റ്റ് ഫോർ പേയ്മെന്റിന്റെ സ്ഥാപക CEO കൂടിയാണ്. പ്രഗത്ഭനായ ബിസിനസ്സുകാരനും മനുഷ്യസ്നേഹിയും പൈലറ്റും ബഹിരാകാശ യാത്രികനുമായ ജാരഡ് ഐസക്മാനെ നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷന്റെ അഡ്മിനിസ്ട്രേറ്ററായി നാമനിർദ്ദേശം ചെയ്യുന്നതിൽ സന്തുഷ്ടനാണെന്നും ട്രംപ് പറഞ്ഞു. ട്രംപിന്റെ പ്രഖ്യാപനത്തിൽ തനിക്ക് അഭിമാനമുണ്ടെന്ന് ജാരഡ് ഐസക്മാനും പ്രതികരിച്ചു. ഐസക്മാനും സ്പേസ് എക്സും തമ്മിലുള്ള സഹകരണത്തോടെയുള്ള പോളാരിസ് പ്രോഗ്രാമിന് കീഴിലാണ് ഐസക്മാൻ ബഹിരാകാശ നടത്തം നടത്തിയത്. ഐസക്മാൻ $200 മില്യൺ ചെലവഴിച്ചാണ് ദൗത്യം സഫലമാക്കിയത്. ലോകത്തിലെ ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ നടത്ത ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി ജാരഡ് ഐസക്മാൻ അടക്കമുള്ള 4 യാത്രികരും സെപ്റ്റംബർ 15-നാണ് ഭൂമിയിലേക്ക് തിരിച്ചെത്തിയത്. സ്പേസ് എക്സിന്റെ പൊളാരിസ് ഡോൺ ദൗത്യത്തിലായിരുന്നു ബഹിരാകാശ നടത്തം. 5 ദിവസം നീണ്ടുനിന്ന ദൗത്യത്തെ
ബഹിരാകാശ രംഗത്തെ വലിയ കുതിച്ചുചാട്ടമെന്നാണ് നാസ പ്രശംസിച്ചത്. സ്പേസ് എക്സ് എഞ്ചിനീയർമാരായ അന്ന മേനോൻ, സാറ ഗിലീസ്, എയർഫോഴ്സ് പൈലറ്റായ സ്കോട്ട് പൊറ്റീറ്റ് എന്നിവർക്കൊപ്പമാണ് ശതകോടീശ്വരൻ ജാറഡ് ഐസക് മാനും ദൗത്യത്തിൽ പങ്കെടുത്തത്. പൊളാരിസ് ഡോൺ ദൗത്യത്തിന് ഉപയോഗിച്ച സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ബഹിരാകാശ പേടകം 1408 കിലോമീറ്റർ ഉയരത്തിലായിരുന്നു ബഹിരാകാശ നടത്ത ദൗത്യം നടത്തിയത്. അധികാരത്തിൽ നിന്ന് പുറത്തായ ശേഷം ആദ്യമായി ജനങ്ങളെ അഭിസംബോധന ചെയ്ത് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന. ന്യൂയോർക്കിൽ നടന്ന പരിപാടിയിലാണ് ഷെയ്ഖ് ഹസീന പങ്കെടുത്ത് സംസാരിച്ചത്. ഇടക്കാല പ്രധാനമന്ത്രി മുഹമ്മദ് യൂനുസിനെതിരെ ഹസീന കടുത്ത വിമർശനമാണ് ഉയർത്തിയത്. മുഹമ്മദ് യൂനുസ് വംശഹത്യ നടത്തിയെന്നും ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടെന്നും ഹസീന ആരോപിച്ചു. പിതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാനെ പോലെ തന്നെയും സഹോദരി ഷെയ്ഖ് രഹനയെയും വധിക്കാൻ പദ്ധതിയിട്ടിരുന്നതായും ഹസീന ആരോപിച്ചു. സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങളെ തുടർന്ന് ഓഗസ്റ്റിൽ രാജിവെച്ച് ഇന്ത്യയിൽ അഭയം പ്രാപിച്ച ശേഷം ഷെയ്ഖ് ഹസീനയുടെ ആദ്യ പൊതുപ്രസംഗമായിരുന്നു ഇത്. സായുധരായ പ്രതിഷേധക്കാരെ ഗണപനിലേക്ക് അയക്കുകയായിരുന്നു. സെക്യൂരിറ്റി ഗാർഡുകൾ വെടിയുതിർത്താൽ നിരവധി ജീവൻ നഷ്ടപ്പെടുമായിരുന്നു. താൻ ഗാർഡുകളോട് വെടിവെക്കരുതെന്ന് പറഞ്ഞുവെന്നും ഹസീന പറഞ്ഞു. ഇന്ന് തനിക്കെതിരെ വംശഹത്യ ആരോപിക്കപ്പെടുന്നു. യഥാർത്ഥത്തിൽ യൂനുസ് വംശഹത്യയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. കൃത്യമായ ആസൂത്രണത്തോടെയാണ് അവർ അത് നടപ്പാക്കുന്നത്. വംശഹത്യയ്ക്ക് പിന്നിൽ വിദ്യാർത്ഥി കോഓർഡിനേറ്റർമാരും യൂനുസുമാണെന്നും അവർ പറഞ്ഞു. ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിൽ നിലവിലെ ഭരണം പരാജയമാണ്. ഹിന്ദുക്കൾ, ബുദ്ധമതക്കാർ, ക്രിസ്ത്യാനികൾ എന്നിവർക്ക് നേരെ അക്രമം വർദ്ധിക്കുന്നു. 11 പള്ളികൾ തകർക്കപ്പെട്ടു. ക്ഷേത്രങ്ങളും ബുദ്ധ ആരാധനാലയങ്ങളും തകർത്തു. ഹിന്ദുക്കൾ പ്രതിഷേധിച്ചപ്പോൾ ഇസ്കോൺ നേതാവിനെ അറസ്റ്റ് ചെയ്തു. എന്തിനു വേണ്ടിയാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ഈ പീഡനം? എന്തിനാണ് അവരെ ക്രൂരമായി പീഡിപ്പിക്കുകയും ആക്രമിക്കുന്നതെന്നും ഹസീന ചോദിച്ചു. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.